വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകളുടെ എതിർപ്പ് അത് മറികടന്ന് വി.ഡി. സതീശന് വലിയ എതിർപ്പാണ്. നമുക്കറിയാം രാഹുൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അത് മറികടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലേക്ക് എത്തി സഭാ നടപടികളുടെ ഭാഗമായത്. കന്നി പോരാട്ടത്തിൽ ജയിക്കുകയും ആദ്യമായി MLA ആകുകയൊക്കെ ചെയ്ത ഒരു ആളുടെ അവകാശമാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ബില്ലുകൾ മേലുള്ള ചർച്ചകളിലുമൊക്കെ തൻ്റെ അഭിപ്രായം പങ്കുവെക്കുക എന്നൊക്കെയുള്ളത്. പക്ഷേ അത് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ലൈംഗിക ആരോപണമൊക്കെ രാഹുലിനെതിരെയുള്ള പശ്ചാത്തലത്തിൽ വലിയ തോതിൽ അത് പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം വന്നിരുന്നു. വലിയ വിഭാഗം നേതാക്കൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് മാത്രമല്ല നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുത് എന്നും പ്രത്യേകിച്ച് വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ മെൻഡറായ സതീശൻ പോലും അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളതാണ്. ഒപ്പം രാഹുലിൻ്റെ MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ രാജിവെപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ 20 മിനിറ്റ് സഭാ നടപടി ആരംഭിച്ച് 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തി സഭാ നടപടിയിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷഹീറിനൊപ്പം സഭയിൽ എത്തുകയായിരുന്നു രാഹുൽ. തുടർന്ന് സഭാ നടപടിയിൽ പങ്കെടുത്തു. PV അൻവർ നേരത്തെ MLA സ്ഥാനം രാജിവെച്ച് വീണ്ടും മത്സരത്തിനിറങ്ങിയ PV അൻവർ ഇരുന്ന അതേ സീറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഇരുന്നത്. ഈ അൻവറിൻ്റെ സീറ്റാണ് സ്പീക്കർ രാഹുലിനായി നൽകിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ നടപടികളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാധ്യമങ്ങളെ കണ്ട രാഹുൽ പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിൽ എത്തിയതെന്നും താനെന്നും പാർട്ടിക്ക് വിധേയനാണെന്നും പ്രതികരിക്കുന്ന പശ്ചാത്തലം കൂടി ഇന്ന് കണ്ടു. എന്നാൽ പുറത്തു വന്ന ശബ്ദരേഖ രാഹുൽ നിഷേധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. കേരളം കാത്തിരുന്ന പ്രതികരണമാണത്. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെയാണ് രാഹുൽ മാധ്യമങ്ങളുടെ അടുത്ത് നിന്ന് മടങ്ങിയത്. രാഹുലിൻ്റെ വാക്കുകളിലേക്ക്. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ള ഒരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ സഭയിലെത്തിയതിൽ കടുത്ത വിമർശനം പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ദീപദാസ് മുൻഷിയുടെ AICC ജനറൽ സെക്രട്ടറി, നമുക്കറിയാം കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അവരെ കാണാൻ ശ്രമിച്ചുവെന്നും അവർ അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇതിനിടയിൽ പുറത്തു വന്നു. രാഹുൽ നിഷേധിച്ചു എങ്കിൽ പോലും സഭയിൽ എത്തിയതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. ഒപ്പം മുരളീധരനും ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ സമ്മതിച്ചത് കാരണമാണ് രാഹുൽ സഭാ നടപടികളിൽ പങ്കെടുത്തത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനും വിമർശനത്തിന് ഒരു പരിധി കടക്കാതെ ഏതാണ്ട് രാഹുലിനൊപ്പമുള്ള വാക്കുകളാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ 4 പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോകാം. രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ എത്തിയിരിക്കുന്നു. കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്? എത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവിനൊപ്പമാണ്. അല്ല, അപ്പൊ ഈ നിയമസഭയിൽ നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോഴും ഉള്ള ആളല്ലേ? അല്ല, എങ്ങനെയാണ് പാർട്ടി പുറത്താക്കിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് സംരക്ഷിക്കുന്നത്? ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ്? അതെങ്ങനെയാണ് പ്രസിഡന്റ് മറുപടി അർഹിക്കാതെ പോകുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിലല്ല അദ്ദേഹം. പാർട്ടി ഇന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കും. അത് ആ തീരുമാനം നിലനിൽക്കുന്നു. ആ നിലയ്ക്ക് ഒരു നിയമസഭാ സാമാജിക എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷെ
അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. പാർട്ടിക്ക് കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്, സഭയിൽ പ്രത്യേക ബ്ലോക്കാണ്. ഒരു നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും ചെയ്യട്ടെ. അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല. അത് ഇപ്പം ഞങ്ങളോടൊപ്പം ഇല്ല. കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കും. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമല്ല. അദ്ദേഹം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് പാർട്ടിയിലെ അംഗമല്ല. അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുന്നതോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് എന്ത് അഭിപ്രായം പറയാനുള്ളത്? പാർട്ടിയുടെ ഒരു MLA ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറുപടി പറയാൻ എങ്ങനെ മറുപടി പറയാൻ കഴിയും? പക്ഷേ പ്രതിപക്ഷ നേതാവ് ആ ചോദ്യത്തിന് സഭയിലേക്ക് എത്തിയത് ഈ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനത്തിൽ സുരക്ഷിതമായിട്ടാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയേണ്ടത് യൂത്ത് കോൺഗ്രസ്. ഒരു MLA എന്ന നിലയ്ക്ക് ഇതിനു മുമ്പും ആരോപണ വിധേയരായ എല്ലാവരും സഭയിലുണ്ടല്ലോ. എല്ലാവരെയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അവരൊക്കെ മാന്യന്മാരായി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി നിയമസഭയ്ക്ക് എത്തിയിരിക്കുമ്പോൾ ഇയാളും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ഇയാളുടെ പേരിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ MLA ആയിട്ട് അയാൾക്ക് അകത്തിരിക്കാൻ പറ്റില്ല. അതേസമയം MLA എന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അകത്തിരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് സ്പീക്കറാണ് പറഞ്ഞത്. സ്പീക്കർ പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണ്. ആ സ്പീക്കറുടെ ഒരു MLAക്ക് കൊടുക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ പങ്കെടുത്തത്. രാഹുലിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ സംഘടനാപരമായ നടപടിയെടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. കേരളത്തിലെയും ഡൽഹിയിലെയും നേതൃത്വങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനകത്ത് ഒരു വേറിട്ട ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ വെറും ഊഹാഭോഗങ്ങളാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയിട്ടില്ല. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയപ്പോൾ വലിയ പ്രതിഷേധം SFIയുടെ മറ്റു ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വാഹനം SFI പ്രവർത്തകർ തടഞ്ഞു. ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായി. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങി എന്നതും പ്രധാനമാണ്. ഒപ്പം KPCC ഭാരവാഹി യോഗം തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഒപ്പം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ സജീവമായേക്കും വരും ദിവസങ്ങളിൽ എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രതിഷേധിക്കാനുള്ള നീക്കത്തിലാണ് BJPയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും BJPയും CPM-ഉം DYFIയും അടക്കമുള്ള വിവരം കൂടി ഉണ്ട്. ഇതാണ് ഇന്ന് രാഹുലുമായി ബന്ധപ്പെട്ട് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ.